ദുബായിൽ മാത്രമല്ല ഷാർജയിലും നമുക്ക് ഒന്ന് രണ്ട് നല്ല ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോഴല്ല, കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ലോഞ്ച് ചെയ്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ഷാർജയുണ്ട്. അതിൽ നല്ല 2 പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് അൽജാദയും മസാറുമാണ്. ഈ കമ്മ്യൂണിറ്റികളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അറാദ എന്ന് പറയുന്ന ഗവൺമെൻറ് ഡെവലപ്പർ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. ദുബായിലെ ഇമാർ പോലെ തന്നെയാണ് അൽജാദ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അറാദ എന്ന് പറയുന്ന ഡെവലപ്പർ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഷാർജയിൽ ഒരുപാട് റെസിഡൻഷ്യൽ എന്താ പറയുക കമ്മ്യൂണിറ്റീസ് ഇല്ല. ആകെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഈ കാണുന്ന, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഗ്രീൻ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക ട്രീസും നല്ല ഫോറസ്റ്റ് ബേസ് ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കാനാണെങ്കിലും എൻഡ്യൂസിങ്ങിനാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കിഡ്സിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫാമിലീസിനാണെങ്കിലും അതിനനുസരിച്ചുള്ള നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് ഫ്രീ ഹോൾഡ് ആണ്. ഷാർജയിൽ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് വളരെ കുറവാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ബേസ് ചെയ്ത കമ്മ്യൂണിറ്റിയാണ്, വളരെ നല്ല കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ ഈ കമ്മ്യൂണിറ്റിയുടെ ഭംഗി മനസ്സിലാവുള്ളൂ. ദുബായിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ദുബായിൽ 80% ലാൻഡും ഫ്രീ ഹോൾഡ് ആണ്, നമുക്ക് വാങ്ങാം, എൻഡ്യൂസ് ചെയ്യാം, വിൽക്കാം. ഫ്രീ ഹോൾഡ് ആയതുകൊണ്ട് തന്നെ ഏത് നാഷണാലിറ്റി ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഒരു പാസ്പോർട്ട് കോപ്പി മാത്രം മതി, വേറെ ഒരുപാട് ഡോക്യുമെൻസിൻ്റെ ആവശ്യമില്ല, ലോൺ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അപ്പോൾ സെയിം ഷാർജയിൽ ഇപ്പോൾ നല്ല 2 കമ്മ്യൂണിറ്റിയാണ് അൽജാദയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മസാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ടൗൺ ഹൗസുകളും വില്ലാസുകളുമാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ടൗൺ ഹൗസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതിൽ 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, ഈവൻ 2 ബെഡ്റൂം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂം ടൗൺ ഹൗസ്, 3 ബെഡ്റൂം ടൗൺ ഹൗസ്, 4 ബെഡ്റൂം ടൗൺ ഹൗസ്. പിന്നെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വില്ല, 4 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ല, 5 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ല, 6 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പാർട്ട്മെൻറ്റ്സ് ഇല്ല. ഇതൊരു ഗ്രീൻ കമ്മ്യൂണിറ്റിയാണ്. ഇത്ര ഭംഗിയുള്ള കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു UAE വേറെ ഇല്ല. ഇത് ഗവൺമെൻറ് ഷാർജ ഷെയ്ഖ് ആണ് ഇതിൻ്റെ എന്താ പറയുക ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 7 ഫേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2021 ഈ മസാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 7 ഫേസും കംപ്ലീറ്റ് ആയി. 7ാമത്തെ ഫേസാണ് ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള പ്രൈസിൻ്റെക്കാട്ട് 2 ഇരട്ടി വിലയാണ് ഇവിടുത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഫേസാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞത് ഷാർജയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഷാർജയിൽ ബിസിനസ് ചെയ്യുന്ന, ഷാർജയിൽ എൻഡ് യൂസിങ്ങിന് പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് മസാർ. അപ്പോൾ നമുക്കൊരു വീട് വാങ്ങണമെങ്കിൽ നമുക്ക് എവിടെ പോയി വാങ്ങാം, അപ്പാർട്ട്മെൻറ്റ് വാങ്ങാം. പക്ഷേ നമുക്കൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു എന്താ പറയുക ഒരു ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഷാർജയിൽ. അപ്പോൾ ഷാർജ ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഷാർജ തന്നെയായിരിക്കും പ്രിഫറൻസ്. അപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് നല്ല കമ്മ്യൂണിറ്റി. ഇപ്പം ദുബായിൽ അല്ലെങ്കിൽ നമ്മൾ UAE നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദുബായ് ഷാർജ നോക്കുമ്പോൾ മേജറായിട്ട് 3 റോഡ്സാണ് കണക്ട് ചെയ്യുന്നത്. ഷെയ്ഖ് സായദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, അതുപോലെ എമിറേറ്റ്സ് റോഡ്. ഈ ആദ്യം പറഞ്ഞ 2 റോഡ്, ഷെയ്ഖ് സായദ് റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡും ട്രാഫിക് എന്ന് പറയുന്നത് ജാം പാക്ഡ് ആണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. എമിറേറ്റ്സ് റോഡാണ് ആകെയുള്ള ഫ്രീ റോഡ്. അപ്പോൾ എമിറേറ്റ്സ് റോഡിനോട് ചേർന്ന്, ഷാർജ മോസ്കിനോട് ചേർന്നാണ് ഈ മസാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനാണ്. പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഇപ്പം മോസ്റ്റ്ലി ഒരാൾക്ക് 20% ഡൗൺ പേയ്മെൻറ്റ്, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 1 മില്യൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ദുബായിലാണെങ്കിൽ 20% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. പിന്നെ നമുക്കൊരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവും. 40% 2-3 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരും. പിന്നെയുള്ള പേയ്മെൻറ്റ് ഹാൻഡ് ഓവർ അടയ്ക്കേണ്ടി വരും. ഇവിടെ മസാറിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 30-70 പേയ്മെൻറ്റ് പ്ലാനാണ്, അതായത് 5% മാത്രം മതി. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ എന്താ പറയുക വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നാട്ടിലെ 20 lakhs ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. വേറെ ഹിഡൻ ചാർജുകളൊന്നുമില്ല, എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. നമുക്ക് ആകെപ്പാടെ വരുന്നത് 20 lakhs ആണ് ഡൗൺ പേയ്മെൻറ്റ്. പിന്നെ നമുക്ക് എഗെയിൻ 20 lakhs നെക്സ്റ്റ് മന്ത് വരും. പിന്നെ നമുക്കൊരു 3 വർഷം കൊണ്ട് ഏകദേശം ഒരു 60 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു 2 ബെഡ്റൂം ടൗൺ ഹൗസ് കയ്യിലിരിക്കും. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഈസി ആയിട്ട് മോർഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മാസം 4000 ദിർഹംസേ അടവ് വരും. ടൗൺ ഹൗസ് എന്ന് പറയുമ്പോൾ അറിയാം, അപ്പാർട്ട്മെന്റ് അല്ല, കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരിക്കും, ഒരു വീടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി 3 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു 20 എന്നുള്ള 30 lakhs ആക്കേണ്ടി വരും. ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഒരു 60 ലക്ഷം 70 ലക്ഷം രൂപ അടച്ചാൽ നമുക്കൊരു 3 വർഷം കൊണ്ട് 60 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റിയാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ എൻറ്റയർ UAE. കാരണം 60 ലക്ഷം രൂപ കൊണ്ട് ദുബായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റുഡിയോ പോലും വാങ്ങാൻ പറ്റില്ല. പക്ഷേ ആദ്യം നമുക്കൊരു 2 ബെഡ്റൂം ടൗൺ ഹൗസ് അല്ലെങ്കിൽ 3 ബെഡ്റൂം ടൗൺ ഹൗസ് നമുക്ക് കിട്ടും. ആ 60 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടതും 3 വർഷം കൊണ്ടാണ്. അപ്പോൾ ഒരു ഈസി ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന അറാദ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ.
ഈ കാണുന്ന എൻറ്റയർ കമ്മ്യൂണിറ്റിയാണ് മസാർ എന്ന് പറയുന്നത്. അറാദയാണ് ബിൽഡ് ചെയ്തത്, ഗവൺമെൻറ് ഡെവലപ്പറാണ്. ഇതിലിപ്പോൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരു മോള് വരുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 4-5 പ്ലേ ഗ്രൗണ്ട്സ്, അതായത് ക്രിക്കറ്റ് കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, അങ്ങനെ എല്ലാ പ്ലേ ഗ്രൗണ്ട്സും ഉണ്ട്. 3 മോസ്ക് ഉണ്ട്, ഒരു വലിയൊരു മോളുണ്ട്. അത് കൂടാണ്ട് നമുക്ക് 2 സ്കൂൾസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ട്. ഇതിൽ 7 ക്ലസ്റ്ററായിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് ക്ലസ്റ്റർ ലോഞ്ച് ചെയ്തത് 2021-ലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 3 years ടൈം കൊണ്ട് അവർ എല്ലാ ക്ലസ്റ്ററും ലോഞ്ച് ചെയ്തു. എല്ലാം സോൾഡ് ഔട്ടാണ്. ഇനി 7ാമത്തെ ക്ലസ്റ്റർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും ഇനി ആകപ്പാടെ വളരെ ചുരുക്കം ഇൻവെൻറ്ററി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 5% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് UAE ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോപ്പർട്ടി ഇതാണ്. ബാക്കിയൊന്നും നമുക്ക് ഒരു ടൗൺ ഹൗസോ അല്ലെങ്കിൽ വില്ലയോ നമുക്ക് 5% കൊടുത്തുകൊണ്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷാർജ ആണെങ്കിൽ പോലും ഷാർജയിലെ തന്നെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കാണുമ്പോൾ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണെന്നുള്ളത്.
ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 5% എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 30 ലക്ഷം രൂപയാണ് നമുക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. നമുക്ക് ഏകദേശം 3 വർഷം കൊണ്ടാണ് ഏകദേശം 80 ലക്ഷം രൂപ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂം ഓപ്ഷൻസ് ഉണ്ട്, 3 ബെഡ്റൂം ഓപ്ഷൻസ് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്. പിന്നെ വില്ലാസ് ആണെങ്കിൽ 4 ബെഡ്റൂം, 5 ബെഡ്റൂം, 6 ബെഡ്റൂം ഇൻഡിപെൻഡന്റ് വില്ലാസും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങണമെങ്കിൽ പോലും ഒരു സ്റ്റുഡിയോ വാങ്ങണമെങ്കിൽ പോലും ഈ പൈസയാവും. നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഷാർജയിൽ മസാർ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അൽജാദ ആയിക്കോട്ടെ. അൽജാദയിൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് ആണ്. മസാർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണക്ടിവിറ്റി നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രാഫിക് ഇല്ലാത്ത 611 എമിറേറ്റ്സ് റോഡിന് അടുത്താണ് വരുന്നത്. ഷാർജ മോസ്റ്റ് റോഡിന് അടുത്താണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷാർജയിൽ എന്തുകൊണ്ട് ഷാർജയിൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല കമ്മ്യൂണിറ്റി UAE-യിൽ മസാർ മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ ചുരുക്കം യൂണിറ്റ്സേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ഓപ്ഷനാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് നല്ലൊരു യൂണിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നാട്ടിലൊരു 10 ലക്ഷം രൂപയാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് ബാക്കിയുള്ള പേയ്മെന്റ് നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ ആണ്. നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് നല്ലതാണ്. അതല്ലാതെ നമുക്ക് ഒരു മേ ബി എന്താ പറയുക, ഒരു എൻഡ് യൂസിംഗ് ആണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി. ഷാർജ ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന, ഷാർജ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ഷാർജയിൽ കൂടുതലായിട്ടും നമ്മൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലീസ് ഇപ്പോഴും UAE-ലുണ്ട്. ഷാർജയിലെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് മസാർ. ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മാർക്കെങ്കിലും കാണണം, കമ്മ്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ ഏത് സമയം വരാം, വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഒന്ന് കാണാം. അപ്പം നമുക്ക് മനസ്സിലാവും ദുബായിൽ പോലും ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് സംശയമാണ്.